ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ഈസി കൊഞ്ച് തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ കൊഞ്ചൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ചതച്ചും എടുക്കാം കേട്ടോ. മീൻസ് നമ്മൾ ഈ ഇടിക്കല്ലിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കാം. അങ്ങനെ ഞാൻ എന്താ കൊഞ്ചൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊഞ്ച് എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ സവാളയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൊഞ്ചും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ അളവൊന്നും പറയുന്നില്ല. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് കൊഞ്ചിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം കുറച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ തേങ്ങയൊക്കെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. തോരനാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി നമ്മുടെ കൊഞ്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഞാനിതിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നതായാലും കഴിക്കുന്നതായാലും. പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.